പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിന്റെ മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ കരുവഞ്ചാലിൽ തുടക്കമാകും. വൈകുന്നേരം 4 മണിക്ക് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പിയാണ് ജാഥയുടെ ഉദ്ഘാടകൻ. യാത്രയ്ക്കൊടുവിൽ വന്യജീവി പ്രശ്നത്തിന് കൃത്യമായ ഒരു ബദൽ തയ്യാറാക്കുമെന്നും സർക്കാരിന് സമർപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും യു.ഡി.എഫ് നേതൃത്വത്തിലുള്ള മലയോര സമരയാത്ര ആരംഭിക്കുക. ഈ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കുക എന്നതായിരുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ വലിയ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനോട് പെരുമാറുന്നത്. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത്. ആ മലയോരത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് ഞങ്ങൾ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ തയ്യാറാണ്. ഗവൺമെൻറ്റുകൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോരുന്നത്. ഇനി ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കണം. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, വനനിയമ ഭേദഗതിക്കെതിരെയായിരുന്നു സമരപ്രഖ്യാപനമെങ്കിൽ ഇപ്പോഴിതാ രാധയുടെ മരണം ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി മലയോര മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന പ്രധാന ആവശ്യത്തിലേക്ക് യാത്ര പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയാണോ യു.ഡി.എഫ്? തീർച്ചയായിട്ടും സുജയ പാർവതി, അത് തന്നെയാണ് യു.ഡി.എഫ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പ്രതികരണം നടത്തിയിട്ടുള്ള വി.ഡി. സതീശൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മലയോര ജനത കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ് വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വിലത്തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ബഫർ സോണിൻ്റെ വിഷയം ഉൾപ്പെടെ ഈ ജാഥയുടെ മുദ്രാവാക്യമായി യു.ഡി.എഫ് ഉയർത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് കണ്ണൂർ കരുവഞ്ചാലിൽ നിന്നും ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. നേരത്തെ തന്നെ പി.വി. അൻവർ ഉൾപ്പെടെ ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണം വലിയ രീതിയിലുള്ള ചർച്ചയാക്കിയിരുന്നു. എന്നാൽ ആ വിഷയം ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി മാറിയിരുന്നില്ല. എല്ലാവരും പ്രതികരണം ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിൽ കൂടി ഒരു ജാഥ, അതും മലയോര മേഖലയിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ യു.ഡി.എഫ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി കൂടുതൽ മലയോര മേഖലയെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുക എന്ന് തന്നെയാണ് ഈ ജാഥയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ആ സംഭവത്തിനിടെ ഈ ജാഥ തുടങ്ങാനിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഈ രാധയുടെ കടുവ ആക്രമണവും രാധയുടെ മരണവുമൊക്കെ സംഭവിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ വിഷയം, അതായത് ഈ ജാഥയിൽ ഉന്നയിക്കപ്പെട്ട വിഷയം കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ മലയോര മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം കൂടുതൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഈ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. സമരയാത്രയ്ക്ക് യു.ഡി.എഫ് ഇന്ന് തുടക്കമിടുകയാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.